അവസരം ഹല്ലേലൂയ അതെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവം നൽകി തന്നതാണ്. ഹല്ലേലൂയ തുടർന്നുള്ള ശുശ്രൂഷ ഹല്ലേലൂയ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ അതെ ഹല്ലേലൂയ എന്റെ അമ്മാച്ചന്റെ മോനാണ്. ഹല്ലേലൂയ അതെ ഇന്ന് രാത്രികാലം ഇപ്രകാരമായിരിക്കാൻ ഹല്ലേലൂയ എന്നെ സംബന്ധിച്ചിടത്തോളം ഹല്ലേലൂയ ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരാളാണ്. ഹല്ലേലൂയ ദൈവവേലയ്ക്ക് വേണ്ടി ഹല്ലേലൂയ വേർതിരിപ്പാൻ തക്കവണ്ണം ഇടയായത്. ഹല്ലേലൂയ എനിക്ക് കേട്ടപ്പോൾ വളരെയധികം സന്തോഷം തോന്നുവാൻ തക്കവണ്ണം ഇടയായി. കാരണം ഹല്ലേലൂയ നല്ലൊരു ജോലി ആരും ഹല്ലേലൂയ അത് വിട്ടുകളയുന്നല്ല, എങ്കിലും ഹല്ലേലൂയ അത് വിട്ടുകളഞ്ഞ് ദൈവ വചനം പഠിക്കുവാനായിട്ട് കടന്നു പോകുവാനിടയായി. ഹല്ലേലൂയ അത്രത്തോളം ഹല്ലേലൂയ ശ്രേഷ്ഠതയോടെ ദൈവം നടത്തി. ഹല്ലേലൂയ എന്നാൽ ദൈവത്തിന് വേണ്ടി സകലതും ഹല്ലേലൂയ മാറ്റിവെച്ചിട്ട് കർത്താവിന് വേണ്ടി മുൻതൂക്കം കൊടുത്ത് ഇറങ്ങുവാൻ തക്കവണ്ണം ഇടയായത് ദൈവം മാനിക്കുവാൻ ഇടയാകട്ടെ. ഹല്ലേലൂയ അതെ തുടർന്നുള്ള സമയം ഹല്ലേലൂയ അരമണിക്കൂറുള്ള ഉള്ള സമയം ഹല്ലേലൂയ ഹല്ലേലൂയ പ്രത്യേകിച്ച് ഹല്ലേലൂയ റോഷൻ ഞങ്ങള് ഹല്ലേലൂയ സോനു എന്ന് വിളിക്കും. ഹല്ലേലൂയ ദൈവം തന്റെ വൃത്തിയെ ഏൽപ്പിക്കുകയാണ്. ദൈവം ഹല്ലേലൂയ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ഹല്ലേലൂയ ശുശ്രൂഷ നടത്തുവാൻ തക്കവണ്ണമുള്ള കൃപയും ബുദ്ധിയും പരിജ്ഞാനവും പരിശുദ്ധാത്മാവിന്റെ കൃപയും ആ കുടുംബത്തിന് നൽകി കൊടുക്കട്ടെ. ഹല്ലേലൂയ മലയാളം ഫ്ലുവന്റ് അല്ല, അതുകൊണ്ട് ഹല്ലേലൂയ ഭാര്യ തന്നെ സമ്മതിച്ചു. ഹല്ലേലൂയ ബ്ലസ്സി തന്നെ സമ്മതിച്ചു. ഹല്ലേലൂയ ട്രാൻസ്ലേറ്റ് ചെയ്യാമെന്ന്, അതും അനുഗ്രഹമായിരിക്കാൻ എല്ലാവരും പ്രാർത്ഥനയോടുകൂടി ആയിരിക്കുമ്പോൾ ആ കുടുംബത്തെ ഹല്ലേലൂയ തുടർന്നുള്ള ശുശ്രൂഷയ്ക്ക് വേണ്ടി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ആമേൻ. Praise the Lord. सुनाई दे रहा है? केकामो? केकामो? Praise the Lord. सबसे पहले मैं परमेश्वर का धन्यवाद देना चाहूंगा कि परमेश्वर ने एक ऐसा मौका दिया कि आपके साथ मिलके मैं स्तुति आराधना कर सकूं. ദൈവത്തിന് സ്തോത്രം. ആദ്യമായി ഞാൻ ദൈവത്തിന്റെ നാമത്തെ സ്തുതിക്കുന്ന ഇങ്ങനെ ഒരു അവസരം ദൈവം എനിക്ക് നിങ്ങളോടൊപ്പം ദൈവത്തെ ആരാധിക്കാൻ തന്നതിന്. परमेश्वर ने जो मुझे मौका दिया है उसके लिए जो एक रास्ता तैयार करके दिया, मेरे बड़े भाई जो कि मेरे कजिन है, वो मेरे प्रिय भी हैं, उनका भी मैं धन्यवाद देना चाहूंगा. ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന എന്റെ പ്രിയ സഹോദരനോട് നന്ദി അറിയിച്ചുകൊള്ളുന്നു. हमारे साथ जो ज्वाइन किए हुए सभी लोगों को मैं इसमें परमेश्वर के नाम पे वंदना देता हूं, और स्पेशली जो कोची से सुषमा आंटी भी ज्वाइन हमारे साथ किए हैं, उनको भी मैं अभिवादन करता हूं. ഈ ഓൺലൈനിൽ ജോയിൻ ചെയ്ത എല്ലാവർക്കും ദൈവനാമത്തിൽ എന്റെ വന്ദനം അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ പ്രിയ ആന്റി കൊച്ചിയിൽ നിന്ന് ജോയിൻ ചെയ്തിട്ടുള്ള ആന്റിയോടുള്ള ഞങ്ങളുടെ സ്നേഹത്തെ അറിയിച്ചുകൊള്ളുന്നു. मैं अपना परिचय देना चाहता हूं. ഞാൻ എന്നെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. मेरा नाम रोशन जेकब है. എന്റെ പേര് റോഷൻ ജേക്കബ് ആണ്. हम लोग अहमदाबाद के प्रदेश में गुजरात में 12-13 साल से यहाँ पे स्थापित हैं. ഞങ്ങൾ ഗുജറാത്തിൽ അഹമ്മദാബാദ് എന്ന സ്ഥലത്ത് കഴിഞ്ഞ 10-12 വർഷമായി ആയിരിക്കുന്നു. और यहाँ पे हम प्रभु की सेवकाई कर रहे हैं. ഞങ്ങൾ ഇവിടെ കർത്താവിന്റെ ശുശ്രൂഷയിലായിരിക്കുന്നു. मैं अपना बारे में बताऊं तो मैंने करीब 13 to 14 years बैंक में जॉब किया है. ഞാൻ എന്നെ പറ്റി പറയുവാണെങ്കിൽ ഞാൻ ഒരു 13-14 വർഷം ബാങ്കിൽ ജോലി ചെയ്യുകയായിരുന്നു. उसके बाद 2019 में उसमें रिजाइन करके मैंने बाइबल कॉलेज ज्वाइन किया. അതിനുശേഷം 2019 ഞാൻ ജോലി റിസൈൻ ചെയ്ത് ബൈബിൾ കോളേജിൽ ചേരുവാൻ ദൈവം ഇടയാക്കി. और अभी मैं वहाँ पे MDiv का कोर्स कर रहा हूँ. ഞാൻ ബൈബിൾ കോളേജിൽ MDivന്റെ കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ज्यादा समय ना गवाते हुए मैं सीधा वचन में प्रवेश करना चाहूंगा. അധികം സമയം പാഴാക്കാതെ ഞാൻ വചനത്തിലേക്ക് കടക്കുവാൻ ആഗ്രഹിക്കുന്നു. आज के मनन के लिए जो हमने वचन लिया है वो है जेम्स 1:12. ഇന്നത്തെ ചിന്തയ്ക്കായി നമുക്കൊരു വാക്യം വായിക്കാം. യാക്കോബ് 1:12. जैसे लिखा है, धन्य है वह मनुष्य जो परीक्षा में स्थिर रहता, क्योंकि वह खरा निकलकर जीवन का वह मुकुट पाएगा जिसकी प्रतिज्ञा प्रभु ने अपने प्रेम करने वालों को दी है. യാക്കോബ് 1:12 നാം ഇങ്ങനെ വായിക്കുന്നു: പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാവുന്നതിനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും. मसीह जीवन में हम 2 तरह की परीक्षाओं को देख सकते हैं. ക്രിസ്തീയ ജീവിതത്തിൽ നാം 2 തരത്തിലുള്ള പരീക്ഷ കാണുവാൻ ഇടയാകും. जो एक तरह का जो परीक्षा है, ആദ്യത്തെ തരത്തിലുള്ള പരീക്ഷ जो हमारे विश्वास, हमारी दृढ़ता को परखने के लिए हमको दी गई है, जैसे हम अय्यूब के बारे में देखते हैं. ആദ്യത്തെ തരത്തിലുള്ള പരീക്ഷ നമ്മുടെ വിശ്വാസത്തെയും നമ്മുടെ സഹിഷ്ണുതയും പരിശോധിക്കാൻ വേണ്ടിയാണ്. അത് നമ്മൾ ഇയ്യോബിന്റെ ജീവിതത്തിൽ കാണുവാൻ ഇടയാകുന്നു.
उसमें हम देखते हैं कि परमेश्वर एक अनुमति देता है कि अय्यूब का जीवन का परीक्षण हो सके, और ताकि वो परमेश्वर की महानता के लिए और अपने सहनशीलता को वो प्रकट कर सके। ഇതിൽ നാം കാണുന്നത് ദൈവം യോബിന്റെ ജീവിതത്തിൽ ചില പരീക്ഷകൾ അനുവദിക്കുന്നു. അത് മുഖാന്തരം അവൻ പരീക്ഷയിൽ സഹിച്ചു നിൽക്കാനുള്ള കഴിവ് ദൈവം നൽകുന്നു. वैसे ही आज हम जो इस कोविड-19 के कारण पूरे दुनिया में जो भी परेशानी चल रही है, उसको भी हम एक परीक्षा के तौर पे रखते हैं, जो परमेश्वर ने अनुमति दी कि हमारे सहनशीलता को और हमारे विश्वास को परख सके। ഇന്നത്തെ സാഹചര്യത്തിൽ നാം കാണുമ്പോൾ കോവിഡ്-19 മൂലം നാം എല്ലാം ഒരു തരത്തിലുള്ള വിഷമത്തിലായിരിക്കുന്നു. അത് നമ്മുടെ ജീവിതത്തിൽ ഒരു പരിശോധന ഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. जो दूसरे तरह की जो परीक्षा है, രണ്ടാമത്തെ തരത്തിലുള്ള പരീക്ഷ वो हम जेम्स के ही उसके थोड़े से नीचे 1:14 में पढ़ सकते हैं. നാം വായിച്ച വാക്യത്തിന്റെ താഴോട്ട് 1:14 യാക്കോബ് 1:14 നാം കാണുന്നു. परंतु प्रत्येक व्यक्ति अपने ही अभिलाषा से खिंचकर और फंसकर परीक्षा में पड़ता है. ഓരോരുത്തൻ പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം മോഹത്താൽ ആകർഷിച്ച് വശീകരിക്കപ്പെടുകയാലാകുന്നു. इससे हम देख सकते हैं कि एक जो परमेश्वर के द्वारा अनुमति दी के हुई है, और दूसरी जो हम खुद ही अपने शरीर के अभिलाषा के कारण फंस रहे हैं. നാം കാണുന്നത് രണ്ട് തരത്തിലുള്ള പരീക്ഷയാണ്. ഒന്ന് ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുന്ന ചില പരീക്ഷ. രണ്ടാമത്തേത് ദൈവം നമ്മുടെ സ്വന്തം മോഹങ്ങളാൽ വശീകരിക്കപ്പെട്ട് നാം പരീക്ഷയിൽ അകപ്പെടുന്നു. जब हम जॉन 2:16 पढ़ते हैं, നമ്മൾ 1 യോഹന്നാൻ 2-ാം വാക്യത്തിൽ കാണുമ്പോൾ उसमें हम देखते हैं 3 प्रकार की परीक्षाएं. ഇതിൽ നാം കാണുന്ന 3 വിധത്തിൽ ആണ് ഈ പരീക്ഷ ഉണ്ടാകുന്നത്. तो मलयालम में आप पढ़ देंगे. 1 യോഹന്നാൻ 2:16 ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം ഇങ്ങനെ ലോകത്തിലുള്ളതെല്ലാം പിതാവിൽ നിന്നല്ല ലോകത്തിൽ നിന്നത്രേ ആകുന്നു. हम यहाँ पे देख सकते हैं कि शरीर की अभिलाषा, लस्ट ऑफ फ्लश, आंखों की लालसा, लस्ट ऑफ आईज, जीविका का घमंड, प्राइड ऑफ लाइफ. ഇവിടെ നമ്മൾ 3 തരത്തിലുള്ള കാര്യങ്ങൾ കാണുന്നു. ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം. ये 3 कारण हैं जो हमें अपने खुद के ही द्वारा परीक्षाओं में डालते हैं. ഈ 3 കാരണത്താൽ നാം പരീക്ഷയിൽ അകപ്പെടുന്നു. हम यहाँ पे देखते हैं यीशु मसीह भी इन तीनों परीक्षाओं से होके गुजरा. നാം കാണുന്നു നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു ഈ 3 തരത്തിലുള്ള പരീക്ഷകളിൽ കൂടി കടന്നുപോയതായി. हम देख सकते हैं लूक 4:2-3 में. നാം ലൂക്കോസ് 4:2-3 കാണുന്നു. यहाँ पे हम देखते हैं कि जब यीशु मसीह 40 दिन के उपवास के साथ जब रेगिस्तान में था, उसे भूख लगी. उस भूख को देखकर शैतान उसको परखने को आया. നാം കാണുന്നത് യേശു 40 ദിവസം മരുഭൂമിയിലായിരുന്നു, ഉപവാസത്തിലായിരുന്നു. അത് കഴിഞ്ഞ് അവൻ മരുഭൂമിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ പിശാച് അവന്റെ അടുക്കൽ വരുന്നു. उसको जब पता चला कि वो भूखा है, तब उसने कहा, तू परमेश्वर का पुत्र है तो इस पत्थर से कहे कि वो रोटी बन जाए. പിശാചിന് മനസ്സിലായി കർത്താവ് വിശന്നിരിക്കുന്നെന്ന്. അതിനാൽ പിശാച് അടുത്ത് വന്ന് കർത്താവിനോട് പറയുന്നു. ലൂക്കോസ് 4:3 നാം വായിക്കുന്നു, അപ്പോൾ പിശാച് അവനോട് നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ലിനോട് അപ്പമായി തീരുവാൻ കൽപ്പിക്കുക എന്ന്. यही आज के समय में भी हो रहा है. ഈ കാര്യം തന്നെ നമ്മുടെ ഈ സമയത്തിലും നടക്കുന്നതായി നാം കാണുന്നു. पूरी दुनिया जो कोरोना से काफी परेशान है और वो सोच रही है कि कल क्या होगा, कल हमारे पास खाने को होगा नहीं होगा. अगर इंडिया में आप जानते हैं तो लॉकडाउन हो रहा है. हमको ये नहीं पता कि कल ये सामान मिलेगा नहीं मिलेगा, या हमारा जॉब रहेगा या नहीं रहेगा, या कल हम जीवित रहेंगे या नहीं रहेंगे. ഈ ലോകത്തിൽ ഇപ്പോൾ കോവിഡ് കാരണം മനുഷ്യർ മുഴുവനും വളരെ പ്രയാസാവസ്ഥയിലായിരിക്കുന്നു. പലരും വളരെയധികം ചിന്തയിലായിരിക്കുന്നു. നാളത്തെ കാര്യം എന്താവും? ഇന്ത്യയിലാണെങ്കിൽ ലോക്ക്ഡൌൺ ആണ് മിക്ക സ്ഥലങ്ങളിലും. അപ്പോൾ നാളത്തെ കാര്യം എന്താവും? നാളെ ജോലി ഉണ്ടാകുമോ? ഇങ്ങനെ പലവിധമായ ചിന്തകളാൽ നാം ഭാരപ്പെടുന്നു. जब हम शारीरिक बातों के लिए जब चिंता करते हैं, जैसे क्या खाना है, क्या पीना है, उसकी हम चिंता करते हैं, तो प्रभु यीशु मसीह ने जो वचन वहां पे उपयोग किया, जो शैतान को बताने के लिए था, वो deuteronomy 2:3 था, जिसमें वो कहता है कि सिर्फ लोग वचन से ही खाने से ही नहीं जीवित रहते, रोटी से नहीं जीवित रहते, परंतु वचन से जो परमेश्वर के द्वारा दिया गया है. ഇങ്ങനെ പിശാച് ചിന്ത യേശുവിന്റെ മനസ്സിലും ഇട്ടപ്പോൾ യേശു വചനം കൊണ്ട് അതിനെ ജയിക്കുന്നു.
ആവർത്തനത്തിൽ കാണുന്ന വാക്യം ഉദ്ധരിച്ചുകൊണ്ട് യേശു പറയുന്നു, യേശു അവനോട് മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത് എന്ന് എഴുതിയിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. हमें यह चिंता नहीं करनी है कि कल हमारा क्या होगा या क्या खाने को हमको मिलेगा. നമ്മൾ ഈ കാര്യത്തെ കുറിച്ച് ചിന്താകുലരാകുവാൻ പാടില്ല. നമുക്ക് നാളെ എന്ത് കുടിക്കും എന്ത് തിന്നും എന്നോർക്കുക. क्योंकि अगर हम देखें मैथ्यू 6:31 में कि उसमें कहता है कि तुम चिंता करके यह ना कहना कि हम क्या खाएंगे या क्या पिएंगे या क्या पहनेंगे. മത്തായി 6:31 നാം വായിക്കുന്നു, ആകയാൽ നാം എന്ത് തിന്നും എന്ത് കുടിക്കും എന്ത് ഉടുക്കും എന്നിങ്ങനെ നിങ്ങൾ വിചാരപ്പെടരുത്. क्योंकि ये सब बातें जो है अन्य जाति के लोग करते हैं जिनके पास कोई आशा नहीं होती. കാരണം ഈ വകയൊക്കെയും ജാതികൾ അന്വേഷിക്കുന്നു. അവർക്ക് അവരുടെ ജീവിതത്തിൽ നാം നോക്കിയാൽ അവരുടെ ജീവിതത്തിൽ പ്രത്യാശയില്ല. और जो मनुष्य जो हम मसीही लोग हैं जो परमेश्वर पर विश्वास करते हैं, हम ये जानते हैं कि परमेश्वर जो हमारा सामर्थ्य परमेश्वर है, जो इस सृष्टि का सृष्टि करता है, वो हमारा पिता है, तो हमें किसी बात की कमी नहीं होगी. നാം മനസ്സിലാക്കേണ്ട കാര്യം, നാം വിശ്വസിക്കുന്നതായി നമ്മൾ പിതാവായ ദൈവത്തിന്റെ മക്കളാണ്. പിതാവായ ദൈവം നമുക്ക് ഒരിക്കലും ഒരു കുറവും വരുത്തുകയില്ല. अगर मैं आपको एक उदाहरण देना चाहूं, अगर एक यहाँ का एक काफी अमीर परिवार, सपोज अंबानी के घर में कोई लड़का होगा, उसको कभी इस बात की चिंता नहीं होगी कि लॉकडाउन हुआ तो मुझे खाना क्या होगा या मुझे खाना मिलेगा या नहीं मिलेगा, क्योंकि वो जानता है कि उसका पिता अंबानी है और उसको वो सब प्रोवाइड करेगा. तो हमारा जो पिता जो परमेश्वर है, जो इस पूरे सृष्टि का करता है, वो हमें इसको क्यों प्रोवाइड नहीं करेगा. ഇത് മനസ്സിലാക്കുന്നതിന് ഞാൻ ഒരു ഉദാഹരണം പറയട്ടെ. ഈ ഇന്ത്യയിൽ വളരെ ധനികനായ ഒരു വ്യക്തിയാണല്ലോ അംബാനി. അംബാനിയുടെ മകൻ ഇപ്പോൾ ഈ ലോക്ക്ഡൌൺ കാലത്ത് അവന് ചിന്തിക്കേണ്ട ഒരു കാര്യമില്ല എന്ത് കഴിക്കും എന്ത് കുടിക്കുമെന്ന്. കാരണം അവനറിയാം അവന്റെ പിതാവ് വലിയ ധനികനായ മനുഷ്യനാണ്. അങ്ങനെ മാനുഷിക രീതിയിൽ അവൻ ചിന്തിക്കുകയാണെങ്കിൽ നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ സ്വർഗസ്ഥനായ പിതാവ് സർവശക്തനായ ദൈവമാണ്. സ്വർഗസ്ഥനായ നമ്മുടെ പിതാവ് ഉള്ളപ്പോൾ നമ്മൾ ഇതിനെപ്പറ്റി ചിന്തിക്കേണ്ട ആവശ്യമില്ല. जैसे वचन कहता है कि आकाश के पक्षियों को देखो, वो ना बोते ना खटते हैं, फिर भी परमेश्वर उनको सब कुछ प्रोवाइड कराता है, और क्या तुम उससे मूल्यवान नहीं. വചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ആകാശത്തിലെ പറവുകളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നുമില്ല, എങ്കിലും സ്വർഗസ്നായ നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു. അവയേക്കാൾ നിങ്ങൾ ഏറ്റവും വിശേഷതയുള്ളവരല്ലയോ. तो आपको किसी बात की चिंता नहीं करना, क्योंकि ये एक ट्रैप है जो शैतान वहां पे हमको चिंता करके लगाता है. നാം ഒരു കാര്യത്തെ കുറിച്ചും ചിന്താകുലരാവാൻ പാടില്ല. ഇത് പിശാച് നമ്മളെ കുടുക്കുവാനുള്ള ഒരു തന്ത്രമാണ്. जो दूसरे प्रकार की परीक्षाओं के बारे में हम देखते हैं, രണ്ടാമത്തെ തരത്തിലുള്ള പരീക്ഷ എങ്ങനെ വരുന്നത്, लस्ट ऑफ आइज, आंखों की अभिलाषा, അത് കൺമോഹത്താൽ ഉണ്ടാകുന്നു. जो कि हम मैथ्यू 4:8 में देख सकते हैं. മത്തായി 4:8 നാം വായിക്കുന്നു, फिर शैतान उसे एक बहुत ही ऊंचे पहाड़ पर लेके गया और सारे जगत के राज्य को उसको दिखाकर उसको आकर्षित करने की कोशिश किया. മത്തായി 4:8 നാം ഇങ്ങനെ വായിക്കുന്നു, പിന്നെ പിശാച് അവനെ ഏറ്റവും ഉയർന്നൊരു മലമേൽ കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലുള്ള സകല രാജ്യങ്ങളെയും അവയുടെ മഹത്വത്തെയും കാണിച്ചു. ये आदम और ईव के जीवन में भी उसने किया. जब हम जेनेसिस 3:6 में देखते हैं, നാം ഈ കാര്യം തന്നെ ഉൽപ്പത്തി 3:8 നാം വായിക്കുന്നു. ഇതേ തന്ത്രം തന്നെ പിശാച് ആദാമിനെയും ഹൗവനെയും വീഴ്ത്തുവാനായി ഉപയോഗിച്ചു. उसको जब उनका फल दिखाया तो उसमें वो ट्रैप में फंस गए और वहां पे वो असफल हो गए. ആ പഴം അല്ലെങ്കിൽ ഫലം കാണിച്ച് പിശാച് കുടുക്കി അങ്ങനെ അവർ വീഴുവാൻ ഇടയായി. और दूसरा एग्जाम्पल है डेविड का, അടുത്തതായി നമ്മൾ കാണുന്നത് ദാവീദിന്റെ ജീവിതത്തിലാണ്, जो कि हम 2 शमूएल 11:8-15 में पढ़ सकते हैं. നാം 2 ശമൂവേൽ 11:8 മുതൽ 15 ഈ കാര്യത്തെ നമ്മൾ കാണുന്നു. बत्शेबा और यूरिया के बारे में हम जानते हैं. ബത്ശേബ ഊരിയാവിനെ പറ്റി നമ്മൾ വായിച്ചിട്ടുണ്ടല്ലോ. वहां भी वो आंखों की अभिलाषा के कारण एक असफल हो गया. അവിടെയും കൺമോഹത്താൽ അവൻ പരാജയപ്പെടുന്നതായി നാം വായിക്കുന്നു. लेकिन हम जानते हैं कि जो प्रभु यीशु मसीह है, जो कि आखिरी आदम है, उसने इस चेन को ब्रेक किया जो असफलताएं मनुष्य प्राप्त कर रहा था उससे. എന്നാൽ ഒടുക്കത്തെ ആദമായ യേശു കർത്താവ് ഈ പരാജയത്തിന്റെ ചങ്ങലെ പൊട്ടിക്കുവാൻ ഇടയായി. और हम भी ये जानते हैं कि उसके बाद से मनुष्य को वो आजादी मिल गई
कि वो इस तरह की परीक्षाओं से विजय प्राप्त कर सकता है। और एक उदाहरण मिल गया। ഇതിനുശേഷം യേശു ജയോത്സവം കൊണ്ടാടിയതിനാൽ നമുക്ക് അങ്ങനെയുള്ള പരീക്ഷകളിൽ ജയിക്കുവാനുള്ള കൃപ ദൈവം നൽകുന്നു. हम भी जो इस तरीका का उद्धार है या इसके ऊपर तभी आ सकते हैं जब परमेश्वर का अनुग्रह हमारे साथ होगा और वो हमें परीक्षाओं में ऊपर आने की मदद करेगा। ഈ പരീക്ഷകളൊക്കെ നമുക്ക് ജയിക്കുവാനുള്ള കൃപ യേശു കർത്താവ് നമുക്ക് നൽകുന്നു. तीसरे प्रकार का कारण है മൂന്നാമത്തെ തരത്തിലുള്ള പരീക്ഷ കടന്നു വരുന്നത് जीविका का घमंड। ജീവനത്തിന്റെ പ്രതാപം. अगर मलयालम बाइबल में उसमें लिखा जो है उससे जो ट्रांसलेशन हिंदी और इंग्लिश बाइबल में थोड़ा बेटर किया हुआ है। മലയാളത്തിലെ വാക്കിനേക്കാളും നല്ലൊരു ട്രാൻസ്ലേഷൻ ആണ് ഹിന്ദിയിലും ഇംഗ്ലീഷിലും നാം വായിക്കാൻ ഇടയാവുന്നത്. हिंदी में इस वर्ड जब हम अपने जीवन को देखते हैं, നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ हमारी सारी प्रॉपर्टी, जो पैसा हमने बनाया, या जो जॉब हम कर रहे हैं, या जो कार्य हम कर रहे हैं, हम सोचते हैं कि ये तंदुरुस्ती जो है ये हमारे വസ്തുവകകൾ അല്ലെങ്കിൽ നമ്മുടെ ജോലി അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യം ഇതൊക്കെ നമ്മുടെ കഴിവ് കൊണ്ടാണെന്ന്. लेकिन हम ड्यूटेनोमी में देख सकते हैं जब परमेश्वर अपने जनों को उस मरुस्थान में एक्साइल के समय जब उस मरुस्थल में लेके गया 40 वर्षों में, എന്നാൽ ദൈവം ഇസ്രായേൽ ജനത്തെ മരുഭൂമിയിൽ കൂടി നടത്തിയപ്പോൾ हम वहां देखते हैं ड्यूटेनोमी 8 का 2 और 3 में ആവർത്തന പുസ്തകം 8-ാം അധ്യായം 2-ഉം 3-ഉം വാക്യങ്ങളിൽ നാം വായിക്കുന്നു. वहां हम देखते हैं कि उनको कुछ बातों की कमियां हुई। അവിടെ നമ്മൾ കാണുന്നു അവർക്ക് മരുഭൂമിയിൽ കൂടെ കടന്നു പോകുമ്പോൾ ചില കുറവുകൾ അവരുടെ ജീവിതത്തിൽ വന്നു. और उस समय परमेश्वर ने उन्हें मन्ना देके खिलाया जो उससे पहले तक वो कभी नहीं खाए थे। എന്നാൽ ദൈവമായ കർത്താവ് അവിടെ മന്നയാൽ അവരെ പോഷിപ്പിക്കുന്നു. മന്ന അവർ മുമ്പ് ഒരിക്കലും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. वो इसलिए था कि उनको याद दिला सके कि वो अपने सामर्थ्य से नहीं, परमेश्वर है जो उनको वहां चला रहा है। തങ്ങളുടെ കഴിവ് കൊണ്ടല്ല, ദൈവമാണ് അവരെ നടത്തുന്നതെന്ന് മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് അവരെ മന്നയാൽ പോഷിപ്പിച്ചത്. आप उसका ड्यूटेनोमी 8 का 17 भी पढ़ें। ആവർത്തന പുസ്തകം 8-ന്റെ 17 വായിക്കുമ്പോൾ, और कहीं ऐसा ना हो कि तू सोचने लगे मेरे ही सामर्थ और मेरे ही भुजबल के कारण मुझे सब प्राप्त हुई। നിന്റെ പിതാക്കന്മാർ അറിയാത്ത മന്ന കൊണ്ട് പോഷിപ്പിക്കുകയും ചെയ്ത നിന്റെ ദൈവമായ യഹോവയെ നീ മറന്ന എന്റെ ശക്തിയും എന്റെ കൈയുടെ ബലവും ഈ സമ്പത്തുണ്ടാക്കി എന്ന് നിന്റെ ഹൃദയത്തിൽ പറയാതിരിപ്പാനും സൂക്ഷിച്ചു കൊള്ളണം. इसलिए हमें ये याद रखना है कि जो कुछ हमारे पास है वो परमेश्वर का दिया गया एक अनुग्रह है। നമ്മുടെ കയ്യിലുള്ളതെല്ലാം ദൈവത്തിന്റെ കൃപയാൽ ലഭിച്ച ദാനമാണെന്ന് നാം ഓർത്തുകൊള്ളണം. इसलिए शैतान कई बार हमारे को ट्रैप लगाता है और परीक्षाओं और प्रलोभनों में लगाता है। എന്നാൽ പിശാച് പല സമയങ്ങളിൽ നമ്മെ തന്ത്രങ്ങളിൽ കുടുക്കുവാൻ ശ്രമിക്കുന്നു. उसका कारण है कि वो हमको कमजोर बता के हमको डिप्रेशन इस तरह की जगहों में लेके जाने की कोशिश करता है। ഈ തന്ത്രങ്ങളിൽ കുടുങ്ങി നമ്മൾ ബലഹീനരായി നമ്മൾ ഒരു ഡിപ്രഷന്റെ അല്ലെങ്കിൽ വിഷാദമായ അവസ്ഥയിലേക്ക് കടന്നു പോകുവാൻ പിശാച് ആഗ്രഹിക്കുന്നു. हम देख सकते हैं कि कई सफल व्यक्ति लोग भी वो सुसाइड कर रहे हैं। നാം ഈ ലോകത്തിൽ ചുറ്റും നോക്കുമ്പോൾ ഈയിടെയായി വളരെ സക്സസ്ഫുൾ ആണെന്ന് നമ്മൾ വിചാരിക്കുന്ന പലരും ഈ ദിനങ്ങളിൽ വിഷാദത്തിന് അടിമയായി ആത്മഹത്യ ചെയ്തതായി നാം വായിക്കുന്നല്ലോ. उसका कारण ये है कि उनको वो आशा नहीं होती और उनको एक परमेश्वर एक शैतान एक ट्रैप में फंसा देता है और वो उसमें फंस के गिर जाते हैं। കാരണം അവരുടെ ജീവിതത്തിൽ പ്രത്യാശയില്ലാതെ സാത്താൻ കൊടുക്കുന്ന തന്ത്രങ്ങളിൽ വീണ അവർ പരാജയരായി പോകുന്നു. वैसे ही मैं एक छोटा सा एक घटना बताना चाहूंगा। ഞാനൊരു ചെറിയ ഉദാഹരണം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. एक जो भेड़िया है उसका जो शिकार बर्फीले जगहों में कैसे किया जाता है। മഞ്ഞുള്ള സ്ഥലങ്ങളിൽ വേട്ടക്കാർ ചെന്നായ്ക്കളെ പിടിക്കുന്ന വേട്ട ചെയ്യുന്ന രീതി ഞാൻ നിങ്ങളോട് വിവരിക്കാൻ ആഗ്രഹിക്കുന്നു. वहां पे वो क्या करते हैं कि एक तलवार को अच्छे तरीके से दोनों साइड धार करके ഒരു വാൾ എടുത്ത് അതിനെ നല്ലതായി മൂർച്ച കൂട്ടി वो बर्फ में गाड़ देते हैं। അതിനെ മഞ്ഞിൽ പൂഴ്ത്തി വെക്കുന്നു. और उसमें
ब्लड खून से सना हुआ कपड़ा उसमें चारों ओर बांध देते हैं। ആ വാളിൽ രക്തത്തിൽ മുക്കിയ തുണി കൊണ്ട് ആ വാൾ ചുറ്റുന്നു. और उसके ऊपर थोड़ा सा बर्फ लगा देते हैं. എന്നിട്ട് ആ വാളിന്റെ മുകളിൽ കുറച്ച് മഞ്ഞ് തേക്കുന്നു. और उसमें ऊपर भी थोड़ा सा ब्लड डाल देते हैं. വീണ്ടും കുറച്ച് ബ്ലഡ് അതിന്റെ മുകളിൽ ഇടുന്നു. जब ये भेड़िया इस ब्लड की सुगंध के कारण उस तलवार को आके चाटने लगता है, ചെന്നായ്ക്കൾ ഈ രക്തത്തിന്റെ മണം പിടിച്ച് ഈ വന്ന് അതിനെ നക്കുന്നു. और चकते चकते वो ऐसा हो जाता है कि वो उस टेस्ट के कारण उसमें अपने ही जीभ को और अपने मुंह को घायल कर देता है. അത് വാളെന്നറിയാതെ ആ രക്തത്തിന്റെ സ്വാദ്, ആ രക്തത്തിന്റെ മണം കാരണം ഈ ചെന്നായ്ക്കൾ അത് നക്കി ആദ്യം അതിന്റെ വായും പിന്നെ അതിന്റെ നാവും മുറിഞ്ഞ് രക്തം ഒഴുകുവാൻ തുടങ്ങുന്നു. वो ये भूल जाता है कि कुछ देर के बाद वो अपना ही ब्लड पी रहा है और उसके कारण वो काफी घायल हो जाता है और काफी सिक हो जाता है. അവര് ആ ചെന്നായ്ക്കൾ അറിയുന്നില്ല, കുറച്ചു കഴിയുമ്പോൾ അത് സ്വയമായുള്ള തന്റെ തന്നെ രക്തമാണ് കുടിക്കുന്നത്. അത് മുറിഞ്ഞ് ഒഴുകുന്ന രക്തം കുടിച്ച് രക്തം വാർന്നു പോകുന്ന ഒരവസ്ഥയായി തീരുന്നു. और वहां पे हम देखते हैं ब्लड ज्यादा बह जाने के कारण वो जो भेड़िया है वो मर जाता है. ഇങ്ങനെ രക്തം വാർന്ന് ആ ചെന്നായ്ക്കൾ ചത്തു വീഴുന്നു. शैतान ही कुछ इसी तरीके से हमारी परीक्षा करता है. സാത്താൻ ഒരു വിധത്തിൽ ഈ വിധത്തിലാണ് നമ്മളെയും പരീക്ഷിക്കുന്നത്. हमें छोटे छोटे ट्रैप में शायद हमको लगता है कि थोड़ा अच्छा है करके हम जाते हैं और वो बड़े गड्ढे में गिर जाते हैं और हमारे नाश का कारण हो जाता है. ചെറിയ കാര്യങ്ങൾ കാണിച്ച് നമ്മളെ പ്രലോഭിപ്പിച്ച് നമ്മൾ വിചാരിക്കുന്നത് ചെറിയ കാര്യമാണല്ലോ, എന്നാൽ അത് വലിയൊരു തന്ത്രത്തിലേക്ക് മാറുന്നു. अभी हमको ये देखना है कि कैसे हम इस प्रलोभन से, इस परीक्षाओं से बच सकते हैं. നമുക്കിപ്പോൾ ചിന്തിക്കാം ഈ പരീക്ഷകളിൽ നാം എങ്ങനെ ജയം പ്രാപിക്കാം. इसमें बचने का एक ही रास्ता है, वो है प्रभु यीशु मसीह. ഇതിൽ നിന്ന് ജയം പ്രാപിക്കാൻ കർത്താവ് യേശുക്രിസ്തു മുഖാന്തരമേ നമുക്ക് സാധിക്കുകയുള്ളൂ. क्योंकि वही एक ऐसा एग्जाम्पल है जो ये सारी परीक्षाओं से होकर गुजरे और उसमें से वो निर्दोष पाए गए. കാരണം യേശു കർത്താവ് ഈ പരീക്ഷകളെല്ലാം അനുഭവിച്ചു, അതിൽ നിന്ന് കൊള്ളാകുന്നവനായി ആയി തീർന്നു. हम Hebrews 4:15 में पढ़ते हैं. എബ്രായ ലേഖനം 4:14 നാം വായിക്കുന്നു, 15 നാം വായിക്കുന്നു. क्योंकि हमारा ऐसा महायाजक है नहीं जो हमारी निर्बलताओं में हमारे साथ दुखी ना हो सके, वरन वह सब बातों में हमारी नाई परखा तो गया पर तब भी निष्पाप निकला. എബ്രായ ലേഖനം 4:15 നാം ഇങ്ങനെ വായിക്കുന്നു: നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകൾ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപമൊഴികെ സർവ്വത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവൻ അത്രേ നമുക്കുള്ളത്. प्रभु यीशु मसीह इन सारी परीक्षाओं से गुजरा, इसी कारण वो कह सकते हैं कि हमें प्रभु यीशु मसीह का एग्जाम्पल लेना है. യേശു കർത്താവ് ഈ പരീക്ഷകളിലെല്ലാം കടന്നുപോയ കാരണം യേശു കർത്താവിനെ നാം ഒരു മാതൃകയാക്കാം. जब यीशु मसीह ने अपने चेलों को सिखाया कि कैसे प्रार्थना करते हैं, तब भी उन्होंने उनको ये बताया कि आप प्रार्थना करें कि परीक्षाओं में ना पड़े. യേശു കർത്താവ് തന്നെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോൾ യേശു കർത്താവ് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു: പരീക്ഷയിൽ അകപ്പെടാതെ ദുഷ്ടങ്ങളിൽ നിന്ന് വിടുവിക്കണമെന്ന്. क्योंकि प्रभु यीशु मसीह जानता था कि ये परीक्षाएं जो हैं, अगर हम अपने आप से बुलाते हैं तो बड़े नष्ट का कारण हो सकता है. കാരണം യേശു മനസ്സിലാക്കിയിരുന്നു നമ്മുടെ കഴിവിനാൽ ഈ പരീക്ഷകളിൽ നിന്ന് ജയം പ്രാപിക്കാൻ സാധ്യമല്ല എന്ന്. जब हम गतसमने की वाटिका में देखते हैं, यीशु ने जब चेलों को सोता पाया तब भी उसने कहा कि उठो, प्रार्थना करो ताकि परीक्षा में ना पड़ो. ഗതസമന തോട്ടത്തിൽ ആയിരുന്നപ്പോൾ, ശിഷ്യന്മാർ ഉറങ്ങുന്ന അവസ്ഥയിലായിരുന്നപ്പോഴും യേശു കർത്താവ് ഇത് തന്നെയാണ് പറഞ്ഞത്: പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പേൻ. इसलिए हमें प्रभु यीशु मसीह का ही उदाहरण लेना है, क्योंकि उससे अच्छा उदाहरण इस पृथ्वी में और कोई नहीं. നാം നമ്മുടെ കർത്താവിനെ തന്നെ മാതൃകയാക്കണം. ഇതിലും നല്ലൊരു ഉദാഹരണം, ഒരു മാതൃക നമുക്ക് ഈ ലോകത്തിൽ ലഭിക്കുകയില്ല. हमें उसका अनुग्रह लेना है और उससे ये प्रार्थना करना है कि वो परीक्षाओं और लालसाओं में हमें विजय प्राप्त करवाए. നാം അവനോട് പ്രാർത്ഥിച്ച് അവന്റെ കൃപ ഏറ്റെടുത്തുകൊണ്ട് ഈ പരീക്ഷകളിൽ ജയിക്കാൻ നമുക്ക് സാധിക്കും. आज हम जो यहाँ बैठे हैं,
നാം ഇന്നിവിടെ ആയിരിക്കുമ്പോൾ अगर हमको लगता है कि इस कोरोना काल में हमारा क्या होगा और हमारे सारी आशाएं जो हमको लगते हैं कि सब ढह जा रही हैं, നാം ഒരു പക്ഷേ ചിന്താകുലത്തിലായിരിക്കാം ഈ കൊറോണയുടെ കാരണം നമ്മുടെ ആശ അറ്റുപോകുന്നതായി നമുക്ക് തോന്നാം. हमको लग रहा है कि हमारा जॉब का क्या होगा, या हमको कल देश में रहने दिया जाएगा नहीं दिया जाएगा, या हम अपने देश में पहुंच पाएंगे नहीं पहुंच पाएंगे. जब हमको ये लग रहा है, നാം പലവിധമായ ചിന്തകളാൽ ആയിരിക്കാം നാളെ ജോലിയെ കുറിച്ചുള്ള ചിന്ത, നാളെ ഈ ദേശത്തിൽ നമുക്ക് ആയിരിക്കാൻ സാധിക്കുമോ, നാളെ ഈ ദേശത്തിൽ നിന്ന് നമുക്ക് നാട്ടിലോട്ട് പോകാൻ കഴിയുമോ, ഇങ്ങനെ പലവിധമായ ചിന്തകളിൽ നാം ആയിരിക്കാം. तो उस समय में याद रखना है कि प्रभु यीशु मसीह ही एक ऐसा रास्ता है जो हमको सारी व्याकुलताओं से दूर करके रखता है. യേശു കർത്താവ് ഏക മാർഗമാണ് നമ്മുടെ ഈ ചിന്തകളിൽ നിന്നും നമ്മെ വിടുവിപ്പാൻ. और हमें परमेश्वर का और प्रभु यीशु मसीह का ही एग्जाम्पल अपने जीवन में लेना है. യേശു കർത്താവിനെ നമ്മുടെ ജീവിതത്തിൽ മാതൃകയാക്കണം. क्योंकि वचन कहता है 1 Corinthians 10:13 में, കാരണം 1 കൊരിന്ത്യർ 10:13 നാം ഇങ്ങനെ വായിക്കുന്നു, तुम किसी ऐसे परीक्षा में नहीं पड़े जो मनुष्य के सहने से बाहर है. മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾ നേരിട്ടിട്ടില്ല. इसका मतलब यह है कि यीशु मसीह सारे परीक्षाओं से गुजरा और वो कह रहा है कि ऐसे कोई परीक्षा नहीं जिसमें तुम विजय ना प्राप्त कर सको. ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് കർത്താവ് സകലവിധമായ പരീക്ഷയിൽ കൂടെ കടന്നുപോയി. നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് ജയിക്കാൻ കഴിയാത്തതിന് മീതെ ഉള്ള ഒരു പരീക്ഷ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ദൈവം തരികയില്ല. इसलिए हमें हमेशा प्रभु यीशु मसीह का ही अनुकरण करना है. നാം യേശു കർത്താവിനെ എപ്പോഴും മാതൃകയാക്കണം. हम में से जो बुजुर्ग हैं वो ये सोच रहे हैं कि कल क्या होगा. നമ്മിൽ പ്രായമായവർ ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും നാളെ എന്താകുമെന്ന്. हम ये सोचते हैं कि कल हम जीवित हैं, कल हमको खाने को मिलेगा. तो इस वचन कहता है क्या हम चिंता करके उसको थोड़ा सा भी चेंज ला सकते हैं? നാളെ എങ്ങനെ ജീവിക്കും, എന്ത് കഴിക്കുമെന്ന് നമ്മൾ ചിന്തയിലായിരിക്കും. എന്നാൽ ചിന്തിക്കുന്നതിന് നമുക്ക് അതിനോടൊന്നും കൂട്ടുവാൻ കഴിയുകയില്ല. और वचन कहता है जब तुम कुछ नहीं कर सकते तो उस समय सिर्फ और सिर्फ परमेश्वर से प्रार्थना करो कि आपको परीक्षा में ना डाले. വചനം പറയുന്നത് നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിവില്ലാത്ത സാഹചര്യത്തിൽ പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് ഈ പരീക്ഷയിൽ നിന്നും ഈ പ്രശ്നത്തിൽ നിന്നും വിടുതൽ സാധിക്കും. आज के समय जब कोरोना में जो परमेश्वर के द्वारा जो दी गई जो एक विपत्ति या एक अनुमति है कि आपके विश्वास को देखे, ഈ കൊറോണ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് അനുവദിച്ച ഒരു പരീക്ഷണ കാലഘട്ടമായിരിക്കാം. आप उसमें देखें कि परमेश्वर आपको और भी ज्यादा परीक्षा में डाल रहा है ताकि वो आपको देखे कि आप कितना समय उसके पास कितने करीब से बिताते हैं. ഒരുപക്ഷെ അധികം പരീക്ഷയിൽ കൂടി നമ്മൾ കടത്തിവിടുന്നത് നാം ദൈവത്തോട് എത്ര അടുക്കുവാൻ സാധിക്കുമെന്ന് ദൈവം നോക്കുന്നതിനാലാണ്. और उस समय अगर हमने उस समय जो दिया गया है उसको यूटिलाइज ना करके समय व्यर्थ करते हैं तो वो भी गिना जाएगा. ഈ ലഭിച്ചിരിക്കുന്ന സമയം നമ്മൾ തക്കത്തിൽ ഉപയോഗിക്കാതെ അതിനെ പാഴാക്കി കളഞ്ഞാൽ അതും നമുക്ക് വിരോധമായി എണ്ണുവാനിടയാകും. इसलिए अगर कोई भी परिस्थिति है, चाहे परमेश्वर के द्वारा दी गई अनुमति दी गई एक परीक्षा है, ഏത് സാഹചര്യം കർത്താവിനാൽ അനുവദിച്ച പരീക്ഷയിൽ നാം അകപ്പെട്ടവന്നാലും, अगर हम जॉब की तरह उस पे विश्वास से दृढ़ रहे तो परमेश्वर उसमें हमें जयवंत करेगा. എന്നാൽ യോബിനെ പോലെ അങ്ങനെയുള്ള പരീക്ഷയിൽ നാം പിടിച്ചു നിന്നാൽ ദൈവം നമുക്ക് വലിയ വിടുതൽ നൽകും. हम सभी का एक ही लक्ष्य है, നമ്മുടെ എല്ലാവരുടെയും ഒരു ലക്ഷ്യമേ ഉള്ളൂ, कि हम वो जीवन का मुकुट पाए जैसे हमने पूरी वक्त में जो देखा है. നമ്മുടെ ജീവകിരീടം പ്രാപിപ്പാൻ അതാണ് നമ്മുടെ ലക്ഷ്യം. അതാണ് നമ്മൾ ആദ്യം വായിച്ച യാക്കോബിന്റെ ലേഖനം 1:12 നമ്മൾ വായിച്ചത്. उसमें कहता है धन्य है वह मनुष्य जो परीक्षा में स्थिर रहता है, അവൻ പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, क्योंकि वो खरा निकलकर जीवन को वह मुकुट पाएगा. അവൻ കൊള്ളാവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും. जिसकी प्रतिज्ञा प्रभु ने अपने प्रेम करने वाले को दी है. കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്തതാണ് ഈ ജീവകിരീടം. ये इसका जो वादा है किसी और ने नहीं दिया, ഈ വാഗ്ദത്തം വേറെ ആരുമല്ല നമുക്ക് തന്നത്, ये प्रभु यीशु मसीह ने ही दिया है. ഈ കർത്താവ് യേശുക്രിസ്തു നമുക്ക് തന്ന വാഗ്ദത്തമാണ്. इस परीक्षाओं में आपको खरा निकलना है, ഈ പരീക്ഷയിൽ കൂടെ നമ്മൾ കൊള്ളാകുന്നതിനായി തെളിയണം. और इसके लिए ही परमेश्वर ने आपको एक समय दिया कि आप उससे कैसे निकल सके, उसको पढ़ सके और उसको जान सके.
അതിനു വേണ്ടിയാണ് ദൈവം നമ്മളെ ഈ അവസ്ഥയിൽ കൂടി കടന്നു പോകുന്നത്. നമ്മൾ ഈ പരീക്ഷയിൽ നാം എങ്ങനെ പുറത്തു വരുന്നു എന്നുള്ളത്. क्योंकि इसमें एक वचन कहता है कि आप परमेश्वर के राज की खोज करें, क्योंकि सब कुछ आपको उसी के द्वारा मिलेगा. മുൻപേ അതിന്റെ രാജ്യനീതി അന്വേഷിക്കുമ്പോൾ എല്ലാം നമുക്ക് ലഭിക്കുന്ന വചനത്തിൽ വായിക്കുന്നു. इसलिए हमारे अपने जीवन को हमको समर्पित करना है और किसी तरह के व्याकुलता को छोड़ के परमेश्वर का और सिर्फ परमेश्वर का अनुकरण करना है और उससे प्रार्थना करनी है कि इन परीक्षाओं से हमें दूर रखे. अगर हम परीक्षाओं में हैं तो उसमें भी हमको विजय प्राप्त करें. ആകയാൽ നമ്മെ ഭരിക്കുന്ന പലവിധമായ ചിന്തകളെ നാം മറന്നിട്ട് കർത്താവ് യേശു ക്രിസ്തുവിനെ മാതൃകയാക്കി അവനോട് യേശുവിനോട് ഈ പരീക്ഷയിൽ നമ്മെ ജയമായി നടത്തുവാനായി നമുക്ക് പ്രാർത്ഥിക്കാം. मैं परमेश्वर का धन्यवाद देता हूँ कि परमेश्वर ने मुझे ऐसा समय दिया कि परमेश्वर के वचन की घोषणा कर सकूं. ഇങ്ങനെ സമയം അനുഭവിച്ചെന്ന് ദൈവത്തോട് നന്ദി അറിയിക്കുന്നു. और आप सबसे और परमेश्वर से भी मैं विनती करता हूँ कि पवित्र आत्मा इन वचनों को हम सभी के जीवन में उपयोग करे. ഈ വചനങ്ങൾ ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ വചനം നിങ്ങളുടെ ജീവിതത്തിൽ കാര്യം ചെയ്യട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. आज कोई भी व्याकुल बैठा हो तो ये वचन उसके जीवन में वो कार्य करे कि उसकी सारी व्याकुलता और सारे टेंशन वहां पे दूर हो जाए. അന്ന് ആരെങ്കിലും ചിന്താകുലത്തിൽ ആയിരിക്കുന്നെങ്കിൽ ഈ വചനം അവരുടെ ജീവിതത്തിൽ പ്രവർത്തിക്കട്ടെ. അവരുടെ ചിന്തകളെ അകറ്റുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. मुझे समय दिए हुए और निमंत्रण दिए हुए पास्टर साम का भी मैं धन्यवाद करता हूं कि उन्होंने मुझे एक ऐसा मौका दिया. എന്നെ ഇതിലേക്ക് ക്ഷണിക്കുകയും എനിക്ക് സമയം അനുവദിച്ചെന്ന പാസ്റ്റർ സാമിനോടുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. और आप सभी का भी मैं धन्यवाद देता हूं कि आपने इसको ध्यान से सुना और अपने जीवन में भी इसका इम्प्लीमेंट करेंगे. എന്നെ ശ്രവിച്ച എല്ലാ ദൈവമക്കളോടുമുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. आप हमारे लिए और मेरे परिवार के लिए आप प्रार्थना करें ताकि हम इस जगह पे परमेश्वर की जो सेवकाई कर रहे हैं ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി ഞങ്ങൾക്ക് ഈ ദേശത്തിൽ ചെയ്യുന്ന സൃഷ്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. और हम परमेश्वर के वचन में और भी आगे बढ़ना चाहते हैं. ഞങ്ങൾ ദൈവത്തിൽ അധികം മുന്നേറുവാൻ ആഗ്രഹിക്കുന്നു. आप सबसे रिक्वेस्ट करता हूं कि आप अपने प्रार्थनाओं में हमें याद करें. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെ ഓർക്കണമെന്ന് അപേക്ഷിക്കുന്നു. थैंक यू. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. ഹല്ലേലൂയ. അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം ഹല്ലേലൂയ പൂർണ്ണ ബലത്തോടെ പൂർണ്ണ ഹൃദയത്തോടെ ഹല്ലേലൂയ ഹൃദയത്തിന്റെ ഭാഷയിൽ സംസാരിച്ച് വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം ഇടയായത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യാണ്. കുടുംബമായി ദൈവമായ കർത്താവ് അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. മറയുണ്ടീ മരുവതിൽ സാരമില്ല മാറായിന്നാഥനാമേശു. മറയുണ്ടീ മരുവതിൽ സാരമില്ല മാറായിന്നാഥനാമേശു. മാറാത്ത വാക്കു തന്നോൻ മാറുമോ ആയവൻ. മാറാത്ത വാക്കു തന്നോൻ മാറുമോ ആയവൻ. മാറാമധുരമാക്കിടോ മാറാമധുരമാക്കിടോ. ലോകത്തിലേകയാശ്രയം എന്നേശു മാത്രം ശോകങ്ങളേറി വന്നാലോ. ലോകത്തിലേകയാശ്രയം എന്നേശു മാത്രം ശോകേറി വന്നാലോ. വേണ്ട ഈ ലോകയിപ്പം പ്രിയനേ നീ മതി. വേണ്ട ഈ ലോകയിപ്പം പ്രിയനേ നീ മതി. എന്നും വാഴ്ത്തിപ്പാടും ഞാൻ, എന്നും വാഴ്ത്തിപ്പാടും ഞാൻ. ലോകത്തിലേകയാശ്രയം എന്നേശു മാത്രം ശോകങ്ങളേറി വന്നാലോ. ആമേൻ. ലോകത്തിലേകയാശ്രയം എന്നേശു മാത്രം ശോകങ്ങളേറി വന്നാലോ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവത്തെ സ്തുതിക്കുവാൻ കൊണ്ടമിടയാകട്ടെ. ഹല്ലേലൂയ. ഈ കുടുംബത്തെ വഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ദൈവിക വചനം ഹല്ലേലൂയ വളരെ ഹല്ലേലൂയ നിഷ്കർഷമായിട്ട് ദൈവമേ പ്രസംഗിക്കുവാൻ തക്കണം. ദൈവമേ നിന്റെ മകന് കൊടുത്തതായ കഴിവിനായി ദൈവമേ പ്രാപ്തിക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇത് മാനുഷിക വാക്കുകൾ അല്ല കർത്താവ്, പരിശുദ്ധാത്മാവിനാൽ ബലപ്പെടുത്തി പറഞ്ഞതായ
വാക്കുകൾ കർത്താവെ ഇന്ന് ദൈവമേ ബലഹീനരാകുന്ന ഞങ്ങൾക്കത് അനുഗ്രഹവും പ്രയോജനകരവുമാക്കി തീർത്തതിനായി സ്തോത്രം ചെയ്ത് കർത്താവെ. ഹല്ലേലൂയ. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഹല്ലേലൂയ. അതെ, അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും. കർത്താവെ, അവിടുന്ന് ഞങ്ങളെ സ്നേഹിക്കുന്നുവെന്ന് ഒരിക്കൽ കൂടെ രുചിച്ചറിയുവാൻ കർത്താവ് ഞങ്ങളെ ബലപ്പെടുത്തിയ ആ വാഗ്ദത്ത വചനത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ഹല്ലേലൂയ. അതെ, ഹല്ലേലൂയ. കർത്താവ് ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത ആ ജീവകിരീടം പ്രാപിക്കുവാൻ തക്കണം ഞങ്ങൾ ഇടയാകേണ്ടതിന് കർത്താവെ. ഞങ്ങൾക്ക് നേരിടേണ്ടി വരുന്ന ദൈവമേ ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഇതിൽ നിന്നെല്ലാം ഞങ്ങളെ ദൈവമേ മാറ്റി കർത്താവെ അങ്ങയുടെ ദൈവമേ ഹല്ലേലൂയ രാജ്യത്തിന് അവകാശികളായി തീരുവാൻ കർത്താവ് ഞങ്ങളെ ബലപ്പെടുത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, ഞങ്ങളാൽ ഒരു കഴിവുമില്ല കർത്താവെ, എങ്കിലും ഞങ്ങളെ ഒന്ന് ശക്തീകരിക്കുമാറാകണമേ കർത്താവ്. ഹല്ലേലൂയ. പാപമൊഴികെ ഈ ദൈവമേ ഹല്ലേലൂയ പരീക്ഷകളിൽ കൂടെ എല്ലാം കടന്നുപോയ ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി ഞങ്ങൾക്ക് മുൻപിൽ ഉള്ളത് കൊണ്ട് ദൈവമേ ഞങ്ങളെ പ്രാർത്ഥിപ്പാൻ പഠിപ്പിച്ചതുപോലെ ഈ പരീക്ഷകളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുമാറാകണമേ കർത്താവേ. ഹല്ലേലൂയ. ദൈവമേ ഹല്ലേലൂയ. ശിഷ്യഗണങ്ങളോട് പറഞ്ഞതുപോലെ ദൈവമായ കർത്താവെ പരീക്ഷകൾ ഏർപ്പെടാതെ വേണം ഞങ്ങളെ ഒന്ന് താങ്ങുമാറാകണമേ. ഹല്ലേലൂയ. അല്പസമയം കൂടെ ദൈവമേ ഞങ്ങൾക്കൊന്ന് ഇരിക്കുവാൻ. അതെ, ഹല്ലേലൂയ. ശിഷ്യന്മാർ ഉറങ്ങുന്നത് കണ്ടുകൊണ്ട് കർത്താവ് പറഞ്ഞതായ വാക്കുകൾ കർത്താവെ ഹല്ലേലൂയ. അതെ, പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളേ. ഇന്ന് രാത്രികാലം കർത്താവെ ഞങ്ങൾക്ക് മുൻപിൽ വെച്ചിരിക്കുന്ന പരീക്ഷകളെ തരണം ചെയ്യുവാനുള്ള ആ കൃപ ദൈവത്തിൽ നിന്ന് ഞങ്ങൾക്ക് പ്രാപിക്കുവാൻ ഇടയാക്കണമേ കർത്താവെ. ഒന്നിനെ കുറിച്ചും വിചാരപ്പെടേണ്ട ദൈവമേ ഹല്ലേലൂയ. അതെ, കർത്താവ് സകലതും ഞങ്ങൾക്ക് തക്ക സമയത്ത് നൽകി തരുമെന്ന് പൂർണ്ണമായി ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിൽ മാത്രം ആശ്രയിപ്പാൻ. ഹല്ലേലൂയ. അതെ, പാടിയതുപോലെ മാറയുണ്ട് ഈ മരുവതിൽ, എന്നാൽ മാറയിൽ നാഥനായ യേശു ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് ഇന്ന് രാത്രികാലം വിളിച്ചു പറയുവാൻ കർത്താവെ ഞങ്ങളെ ബലപ്പെടുത്തണമെന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. ഈ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. അവർ ദൈവമേ ഹല്ലേലൂയ. അതെ, സോനു അതെ ബൈബിൾ കോളേജ് പഠിച്ചുകൊണ്ടിരിക്കുന്നു. ആ പഠനമെല്ലാം കർത്താവിന്റെ നാമമഹത്വത്തിനായി തക്കതുപോലെ പൂർത്തീകരിച്ച് ദൈവനാമ മഹത്വത്തിനായി ഞാനും എന്റെ കുടുംബവും ഞങ്ങളെ യഹോവയെ സേവിക്കുമെന്ന് ജോഷുവ പറഞ്ഞതുപോലെ അതേ ബലത്തോടെ നിൽപ്പാൻ കർത്താവ് കൃപ ചെയ്ത് അനുഗ്രഹിക്കേണ്ടതിന് നമുക്ക് എല്ലാവർക്കും ഒന്ന് കടകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഈ പറഞ്ഞതായ വാക്കുകൾ ഓരോന്നും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അനുഗ്രഹിക്കപ്പെട്ടതുപോലെ തന്നെ അനുഗ്രഹമാക്കി തീർത്തതുപോലെ തന്നെ പറഞ്ഞ ദൈവദാസനെ കുടുംബത്തെ ദൈവമായ കർത്താവ് അനുഗ്രഹിക്കേണ്ടതിന് നാം എല്ലാവരും പ്രാർത്ഥനയോടുകൂടി ആയിരിക്കുമ്പോൾ എഫ്രൈം കേൾക്കാമോ? എഫ്രൈം ഫ്രീ ആണോ? പ്രൈസ് ദി ലോർഡ്. ചാനലി ബ്രദർ ശബ്ദമുയർത്തി പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് എനിക്ക് ഒരു വാക്ക് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ അടുത്ത ദിവസത്തെ എന്റെ മെസ്സേജിന് ഞാൻ പ്രിപ്പയർ ചെയ്ത് ദൈവം എനിക്ക് തന്ന വാക്യമാണ് ഇന്ന് പ്രിയ അഭിഷിക്തൻ നമ്മുടെ മുമ്പിൽ ശുശ്രൂഷിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു ദൈവാത്മാവ് നമ്മളോട് സംസാരിച്ചതാണ്. നമ്മൾ വായിച്ച പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അതിനോട് ചേർന്ന് ദൈവത്തിന്റെ ആത്മാവ് എനിക്ക് തന്ന വാക്യമാണ് 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം അതിന് 13-ാമത്തെ വാക്യം. ദൈവം വിശ്വസ്തൻ, നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോട് കൂടെ പോക്കുവഴിയും ഉണ്ടാക്കും. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവ് എന്നോട് ശക്തമായിട്ട് ഇടപെട്ട ഒരു ഭാഗമാണ്. അടുത്ത ദിവസം ശുശ്രൂഷിക്കുവാൻ ദൈവം എനിക്ക് തന്ന വാക്യമാണ്. നമ്മുടെ ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ ശക്തമായ ദൂതാണ് ഇത്. ഹല്ലേലൂയ. ആരൊക്കെയോ പരീക്ഷയിൽ കൂടി കടന്നു പോകുന്നുണ്ട്. ഹല്ലേലൂയ. പരീക്ഷയ്ക്ക് തുല്യമായ അവസ്ഥയിൽ കൂടി കടന്നു പോകുന്നുണ്ട്. നമ്മുടെ വിശ്വസ്തനായ ദൈവം ഹല്ലേലൂയ നിങ്ങൾക്ക് നേരിടുന്ന പരീക്ഷ അത് സമ്മതിക്കാതെ ഹല്ലേലൂയ നിങ്ങൾക്ക് സഹിക്കാൻ കഴിയേണ്ടതിന് പരീക്ഷയോട് കൂടെ തന്നെ പോക്കുവഴിയും ഒരുക്കി തരുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം നമുക്ക് നൽകി തരുന്ന ആ പരീക്ഷ അത് സഹിക്കുന്ന മനുഷ്യനാണ് ഭാഗ്യവാൻ. ഹല്ലേലൂയ. അവന് ദൈവം ജീവകിരീടം നൽകും. ഇന്ന് രാത്രിയിൽ കണ്ണുകൾ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് എന്നോട് ഇടപെട്ട ഒരു വാക്യമാണ് ഇന്ന് ഈ അഭിഷിക്തൻ ഹല്ലേലൂയ ഇന്ന് നമുക്ക് വേണ്ടി നൽകി തന്നതുണ്ട്. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ ദൈവം നമ്മളോട് സംസാരിച്ചിട്ടുണ്ട്. ഇത് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചോ. ഹല്ലേലൂയ. നമുക്ക് സഹിക്കാൻ കഴിയുന്നതിനപ്പുറമായിട്ട് നമുക്ക് വേണ്ടി ഒരു പരീക്ഷയും ഒരുക്കി തരത്തില്ല. നമ്മുടെ ജീവിതത്തിൽ ഏതൊക്കെ പരീക്ഷയോ
പ്രതിസന്ധിയോ ഒക്കെ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അത് എന്റെ ദൈവം അറിഞ്ഞിട്ടാണ് നമ്മുടെ കടന്നു വന്നിട്ടുള്ളത്. ആ പരീക്ഷ അതാ എനിക്ക് സഹിക്കാൻ പറ്റത്തില്ലെങ്കിൽ ആ പരീക്ഷ സഹിക്കുവാൻ എനിക്ക് വേണ്ടി അതിനോട് കൂടെ പോക്കുവഴിയും ഒരുക്കി തരുന്ന ഒരു സ്വർഗമുണ്ട് ഇന്ന് രാത്രിയിൽ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ശക്തമായ ദൂതാണ്. ഇത് ആർക്കൊക്കെയോ വേണ്ടി ഇന്ന് സംസാരിപ്പിച്ചതാ. ഞാൻ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ഈ അഭിഷിക്തന്റെയും കുടുംബത്തിന്റെയും വീഡിയോ നിങ്ങൾ വാളിലെടുത്തേ, അവർക്ക് നേരെ ഒന്ന് കൈനീട്ടി പിടിച്ചേ. ഹല്ലേലൂയ. അവര് നോർത്ത് ഇന്ത്യയിലാണ് ദൈവത്തിന് വേണ്ടി വചനം ശുശ്രൂഷിക്കുന്നത്. നോർത്ത് ഇന്ത്യയിലാണ് ദൈവത്തിന് വേണ്ടി അവർ നിൽക്കുന്നത്. അവരെ നമ്മൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ കടപ്പെട്ടവരാണ്. നമ്മുടെ മേൽ രാത്രിയിൽ ഈ കുടുംബത്തെ നമ്മൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ പോവാ. ഇതെല്ലാവരും കൈനീട്ടി പിടിച്ചേ ഈ അഭിഷിക്ത കുടുംബത്തെ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഇന്ന് രാത്രിയിൽ നൽകി തന്ന നല്ല സൗഭാഗ്യങ്ങൾക്കായി നന്ദി പറയുന്നു. ഇന്ന് രാത്രി ഞങ്ങളെ കേൾപ്പിച്ച വലിയ ദൂതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരീക്ഷ നൽകുന്ന പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. എന്റെ യേശു, എന്റെ സ്വർഗം ഞങ്ങൾക്ക് നൽകി തന്ന പരീക്ഷകളൊക്കെ അത് ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുമെന്ന് അറിഞ്ഞിട്ട്, ഹല്ലേലൂയ, അത് അറിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് സമ്മതിച്ചു തന്നിട്ടുള്ളത്. ഞങ്ങൾക്ക് കഴിയാൻ പറ്റാത്ത എന്തെങ്കിലും പരീക്ഷകൾ ഉണ്ടെങ്കിൽ അതിനോട് കൂടെ പോക്ക് വഴിയും ഒരുക്കി തന്ന സ്വർഗമുണ്ട് ഇന്ന് രാത്രിയിൽ. ഇന്ന് കേൾപ്പിച്ച നല്ല ആലോചന സമർപ്പിക്കുന്നു. ഇന്ന് വലിയൊരു ദൈവസ്ഥാനം ഞങ്ങളുടെ മധ്യത്തിൽ പ്രവർത്തിച്ചിരിക്കാൻ നന്ദി പറയുന്നപ്പാ. ഞങ്ങളുടെ മധ്യത്തിൽ ശുശ്രൂഷിച്ച അഭിഷിക്തന്റെയും കുടുംബത്തെയും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞങ്ങൾ സഭയായി അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അവർ ശുശ്രൂഷണമേ. ഹല്ലേലൂയ. ദീർഘായുസ്സോട് തൃപ്തി വരുത്തുന്ന സ്വർഗത്തിന്റെ കരം ഇന്ന് രാത്രിയിലെ കുടുംബമായി പ്രൊട്ടക്ട് ചെയ്യുന്നതിനെ ഞങ്ങൾ സഭയെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. സ്വർഗം അവരെ സൂക്ഷിക്കട്ടെ. അവരുടെ സഭയെ സ്വർഗം അനുഗ്രഹിക്കുമാറാണമേ. ഇന്ന് രാത്രിയിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവജനത്തെയും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞങ്ങൾ സഭയെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന യാചന കേട്ടതിനായി സ്തോത്രം. യേശു കർത്താവിന്റെ വിലയേറിയ നാമത്തിൽ കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ. സ്തോത്രം, സ്തോത്രം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. നമ്മുടെ പ്രാർത്ഥന കേട്ട കുടുംബത്തെ അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. ദൈവമായ കർത്താവിന്റെ കൃപ നമ്മുടെ മേൽ എല്ലാവരുടെ മേലും പകർന്നതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ആ പരീക്ഷയെല്ലാം സഹിച്ച് ദൈവത്തിന് മഹത്വമായി നിൽപ്പാൻ തക്കണം നമ്മെ ബലപ്പെടുത്തുന്നതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾക്കൊരായിരം നന്ദി. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾക്കൊരായിരം നന്ദി. എൻ ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിൻ ദയയല്ലയോ എന്നെ നടത്തിയത്. എൻ ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിൻ ദയയല്ലയോ എന്നെ നടത്തിയത്. പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപ, പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും കാവലും സൂക്ഷിപ്പും നമ്മളോടും നാം പ്രാർത്ഥിച്ച വിഷയങ്ങളോടും കേൾപ്പിക്കപ്പെട്ട ആലോചനയോടും തന്റെ ദാസനോടും കുടുംബത്തോടും കർത്താവിന്റെ വരവരെയും കേൾപ്പിച്ചതായി ഞങ്ങൾ ഓരോരുത്തരോടും കർത്താവിന്റെ വരവരെയും ഇന്ന് മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകണമേ. ആമേൻ. അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ, വേഗം വരണമേ.